നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദിയിൽ ഇത്തവണ കാര്യങ്ങൾ കടുക്കും. കരീം ബെൻസിമയും ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അൽ ഹിലാലിന് വളരെ അനായാസം കിരീടത്തിലേക്ക് പോവുക എന്നുള്ള സ്വപ്നം ഇത്തവണ നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അൽ ഇത്തിഹാദും ഒരുങ്ങിത്തന്നെയാണുള്ളത്. ഇത്തിഫാക്കും ഇപ്പോൾ 3 കളികൾ കളിച്ചപ്പോൾ എല്ലാം വിജയിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത്തിഹാദും അൽ ഹിലാലും ഇത്തിഫാക്കുമാണ് 9 പോയിൻ്റുള്ള 3 ടീമുകൾ. ബാക്കി 6 പോയിൻറ്റുമായിട്ട് അൽ ഖാദിസിയയും അൽ തവൂണും അൽ ഷബാബും യഥാക്രമം 4, 5, 6 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. അൽ നസറിന് 5 പോയിൻ്റേ ഉള്ളൂ. അവർ 7ാം സ്ഥാനത്താണ്. ഇതാണിപ്പോൾ 3 റൗണ്ടുകൾ കഴിയുമ്പോഴുള്ള സ്ഥിതിവിശേഷം. ഇനി നോക്കുക, കഴിഞ്ഞ തവണ ആരാണ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത്? മിട്രോവിച്ചിൻ്റെ കടുത്ത വെല്ലുവിളി മറികടന്നുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ആ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയതെങ്കിൽ ഇത്തവണ ഒട്ടും എളുപ്പമായിരിക്കില്ല കാര്യം ആ മേഖലയിലും. കാരണം മിന്നും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു കരീം ബെൻസീമ. ബെൻസീമയെ സംബന്ധിച്ചിടത്തോളം പോയ സീസൺ അത്ര മികച്ചതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന് മികച്ച ഒരു ടീം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കളി മാത്രം ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഇന്നലത്തെ കളിയിൽ മാത്രമായിട്ട് അവർ 7-1 വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അൽ വെഹദക്കെതിരെ 7-1 വിജയം അൽ ഇത്തിഹാദ് സ്വന്തമാക്കുമ്പോൾ ആ കളിയിൽ ഹാട്രിക്കാണ് കരീം ബെൻസീമ നേടിയത്. ബെൻസീമയുടെ ടീം അതിശക്തമാണെന്നുള്ള കാര്യം കൂടി നോക്കുക. ബെൻസീമയും അവാറും ദിയാബിയും ബേർജ്വിനും എൻഗോളോ കാണ്ടയും ഫാബിഞ്ഞോയും ഡാനിലോ പെരീരയും ഒക്കെ അടങ്ങുന്ന അതിശക്തമായ ടീമായിട്ട് അൽ ഇത്തിഹാദ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ല. ഇനി ഗോളടിയുടെ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വന്നാൽ, ഗോൾഡൻ ബൂട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് ഓൾറെഡി 3 കളികളിൽ നിന്ന് 6 ഗോളുകളുമായിട്ട് അലക്സാണ്ടർ മിട്രോവിച്ച് ബഹുദൂരം മുന്നിലാണ്. പുറകിൽ കരീം ബെൻസീമ ഇന്നലത്തെ ഹാട്രിക്കോട് കൂടി ഒപ്പം പിടിക്കാനുള്ള ശ്രമം. അദ്ദേഹത്തിന് 4 ഗോളുകളുണ്ട്. അദ്ദേഹം 2ാം സ്ഥാനത്ത്. ഹൊസാം അവാറും അതുപോലെ അലക്സ് കൊലാരയും, ഹൊസാം അവാറ് 3 ഗോളുകളുമായിട്ട് 3ാം സ്ഥാനത്തെങ്കിൽ അലക്സ് കൊലാരയും ക്രെയ്ഗ് ഗോഡ്വിനും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ 2 ഗോളുകളുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ഗോളുകളുള്ള മറ്റ് നിരവധി താരങ്ങളുമുണ്ട്. സോ 3 കളികൾ കഴിയുമ്പോൾ തന്നെ അലക്സാണ്ടർ മിട്രോവിച്ചിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോ 4 ഗോളുകൾക്ക് പുറകിലാണ്. ഇത്തവണ ബെൻസീമയിൽ നിന്നും ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് സൗദിയിൽ ഗോൾഡൻ ബൂട്ട് നേടുക എന്നുള്ളതും ഇനി അങ്ങോട്ട് എളുപ്പമല്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.